ഹായ് ഓൾ, മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ഇൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഇതിൽ മൊഡ്യൂൾ 3 ഫയർ ആൻഡ് സ്റ്റേഷൻ ഓഫീസറുടെ സിലബസിൽ സുവോളജി പാർട്ടിൽ മൊഡ്യൂൾ 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സെൽ തിയറി, പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയ, ഗോൾജി ബോഡി, ലൈസോസോംസ്, റൈബോസോംസ് ആൻഡ് ന്യൂക്ലിയസ്, അതുപോലെ ക്രൊമാറ്റിൻ, യൂക്രൊമാറ്റിൻ ആൻഡ് ഹെട്രോക്രൊമാറ്റിൻ, ന്യൂക്ലിയോസോംസ്, വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA, ക്രോമസോം സ്ട്രക്ചർ, അതിൽ ജൈന്റ് ക്രോമസോംസ് which include polytene and Lamprecht chromosomes, then human karyotype, pedigree analysis, DNA fingerprinting, chromosomal anomalies in man, autosomal, അതിൽ Down syndrome, Edwards syndrome, then allosomal ആയിട്ട് Klinefelter syndrome, Turner syndrome, and inborn errors of metabolism like phenylketonuria, alkaptonuria, albinism. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 3 മാർക്കാണ്. സോ മിക്കവാറും ഇതിൽ നിന്ന് 1 മാർക്ക്, ഇവിടെ 1, ഇവിടെ 1, അങ്ങനെ. അതായത് ഇത് കൂടുതലും സെൽ ബയോളജി, ദെൻ ഇത് മോളിക്കുലാർ ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസ്, ദെൻ ജനറ്റിക്സ് പാർട്ട്. ഇത് 3 ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ പാർട്ടിൽ നിന്നും 1 മാർക്ക് വെച്ചിട്ട് 3 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സെൽ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് എ സെൽ? സെൽ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണ്. എന്ത് വെച്ചിട്ട്? നമ്മുടെ ഇഷ്ടിക വെച്ചിട്ട് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണ്. സോ ആ ഹോൾ കണ്ടെയ്നർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഇഷ്ടിക, ഓരോ ഇഷ്ടികയായിരിക്കും. അതുപോലെയാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗാനിസം എടുത്ത ദ ഹോൾ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇൻഡിവിജ്വൽ സെൽസ് കൊണ്ടാണ് എൻറ്റയർ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് സെൽ എന്താന്ന് പറയാം? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സെൽ. സെല്ലാണ് എല്ലാ ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെൽസിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. സൈറ്റോളജി ഈസ് എ സ്റ്റഡി ഓഫ് സെൽസ്. സൈറ്റോളജി ഈസ് എ സ്റ്റഡി ഓഫ് സെൽസ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സെൽ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈറ്റോളജി. ആൻഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെൽസ്, സെൽസിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തിനെ നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെൽസ്, ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. യൂണി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ. അപ്പൊ യൂണിസെല്ലുലാർ മീൻസ് ദേ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ സെൽ. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ് യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. അതിന് മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 സെൽ, മൾട്ടിപ്പിൾ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കാം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം, ദേ ആർ കാപ്പബിൾ ഓഫ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അവർക്ക് എന്ത് പോസിബിൾ ആണ്? ഒരു സിംഗിൾ സെല്ലേ ഉള്ളൂ. ആ സിംഗിൾ സെല്ലാണ് ആ ബോഡിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഓർഗാനിസത്തിന് ആവശ്യമുള്ള എല്ലാ ഫങ്ഷനും ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ്, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് പോസിബിൾ ആണ്. ആൻഡ് പെർഫോമിംഗ് ദ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫിൻ്റെ എല്ലാ എസെൻഷ്യൽ ഫങ്ഷൻസ്, അത് ഡൈജഷൻ ആവട്ടെ, ഫുഡ് എക്സ്ചേഞ്ച് ആവട്ടെ, ഗ്യാസ് എക്സ്ചേഞ്ച് ആവട്ടെ, മൂവ്മെന്റ് ആവട്ടെ, എല്ലാ കാര്യവും ചെയ്യുന്നത് എന്താണ്? ആ ഒരു സിംഗിൾ സെൽ ആയിരിക്കും. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുക. ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് വരിക. സെൽ വാസ് ഡിസ്കവേർഡ് ബൈ, സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റ് വാസ് റോബർട്ട് ഹൂക്ക്. സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹൂക്ക്. And Anton von Leeuwenhoek was first saw and described a live cell. ഒരു ലൈവ് സെല്ലിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തതും ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ആന്റൺ വോൺ ല്യൂവൻഹോക്ക്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ലൈവ് ആയിട്ടുള്ള ഒരു സെല്ലിനെ ആദ്യമായിട്ട് കാണുന്നതും ഡിസ്ക്രൈബ് ചെയ്തതും. റോബർട്ട് ഹൂക്ക് എന്താണ്? സെല്ല് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്കാണ്. ഇതാണ് റോബർട്ട് ഹൂക്കിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. റോബർട്ട് ഹൂക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പ്ലാന്റിന്റെ ഒക്കെ ആ കോർക്ക് ക്യാമ്പിയോ ഉണ്ടല്ലോ, കോർക്ക്, അതെടുത്തിട്ട് ഒബ്സർവ് ചെയ്യാണ് മൈക്രോസ്കോപ്പിന് താഴെ വെച്ച്. അപ്പോൾ ഹണികോം ലൈക്ക് സ്ട്രക്ചേഴ്സ് കിട്ടി. ഇതിനെയാണ് അദ്ദേഹം സെല്ല് എന്ന് വിളിച്ചത്. ആൻഡ് ഈ
ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം ഒബ്സർവ് ചെയ്തതെല്ലാം അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിസ് ബുക്ക് ഈസ് കോൾഡ് മൈക്രോഗ്രാഫിയ. ഹി പബ്ലിഷ്ഡ് ഹിസ് ഫൈൻഡിങ്സ് ഇൻ ഹിസ് ബുക്ക് കോൾഡ് മൈക്രോഗ്രാഫിയ. ഹണികോം ലൈക്ക് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ഒബ്സർവ് ചെയ്തത് കോർക്കാംബിയോ ആണ്. പ്ലാന്റ്സിൻ്റെയൊക്കെ കോർക്കാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആൻഡൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ഫസ്റ്റ് ലൈവ് സെൽ ഒബ്സർവ് ചെയ്തത്. അദ്ദേഹം പോണ്ടിലെ വാട്ടർ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയപ്പോൾ സംതിങ് ഈസ് മൂവ്ഡ്, എന്തൊക്കെയോ മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. Leeuwenhoek examined mud, semen, saliva, blood, insects, etc. and observed protozoan, sperm, bacteria, RBC, muscle cells, and he called these tiny creatures as animalcules. ഈ മൂവ് ചെയ്യുന്ന സാധനങ്ങളെ എന്താണ് അദ്ദേഹം വിളിച്ചത്? He called it as animalcules എന്ന് വിളിച്ചു. ആരാണ്? ഇറ്റ് വാസ് ആൻഡൺ വോൺ ല്യൂവൻഹോക്ക്. then important ആയിട്ടുള്ള ഒരാളാണ് റോബർട്ട് ബ്രൗൺ who discovered the ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റ് വാസ് റോബർട്ട് ബ്രൗൺ. ആൻഡ് സെൽ തിയറി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് സെല്ല്? സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. ആൻഡ് സെല്ലിൻ്റെ നമ്പർ ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരിക്കും. മൾട്ടി സെല്ലുലാർ മോർ ദാൻ വൺ സെല്ല് കാണാനായിട്ട് പറ്റും. ദെൻ ആരാണ് ഫസ്റ്റ് സെല്ല് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് സെൽ വാസ് ഒബ്സർവ്ഡ് ബൈ റോബർട്ട് ഹൂക്ക്. പക്ഷെ റോബർട്ട് ഹൂക്ക് ഒബ്സർവ് ചെയ്ത സെല്ലിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ് വാസ് നോൺ ലിവിങ് ഹണികോം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് കോർക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കാണാനായിട്ട് പറ്റിയേ. ആൻഡ് ഓൾ ഹിസ് ഫൈൻഡിങ്സ് വർ റെക്കോർഡഡ് ഇൻ ഹിസ് ബുക്ക് നെയ്മഡ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹൂക്ക് എഴുതിയ ബുക്കിന്റെ പേരെന്താണ്? മൈക്രോഗ്രാഫിയ. നെക്സ്റ്റ് ആണ് ആൻഡൺ വോൺ ല്യൂവൻഹോക്ക് വരുന്നത്. ആൻഡൺ വോൺ ല്യൂവൻഹോക്ക് എന്താണ് ചെയ്തത്? പോണ്ട് വാട്ടർ, അതുപോലെ മഡ്, സെമൻ, ഇതൊക്കെ എടുത്ത് സലൈവ ഇതൊക്കെ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്തു. ആൻഡ് ഹി ഒബ്സർവ് സംതിങ് ഈസ് മൂവ്ഡ്, അല്ലെ, മൂവ്മെന്റ് ഉള്ള ചില സാധനങ്ങൾ കണ്ടു. ആൻഡ് ഹി നെയിംഡ് ഇറ്റ് ആസ് അനിമൽക്യൂൾ. അതിന് അദ്ദേഹം എന്താ വിളിച്ചത്? ആൻഡൺ വോൺ ല്യൂവൻഹോക്ക് ആ മൂവ്മെന്റ് കാണിച്ച ആ സബ്സ്റ്റൻസസിനെ വിളിച്ച പേരാണ് അനിമൽക്യൂൾസ്. സോ ഫസ്റ്റ് ലിവിങ് സെല്ല് ഒബ്സർവ് ചെയ്തത് ആൻഡൺ വോൺ ല്യൂവൻഹോക്ക് ആണ്. ആ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റ് വാസ് റോബർട്ട് ബ്രൗൺ. ആൻഡ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആക്ച്വലി ഇറ്റ് വാസ് ബൈ ഷ്വാൻ ആൻഡ് സ്ക്ലീഡൻ. രണ്ട് ഇൻഡിവിജ്വൽ സയന്റിസ്റ്റ് ആണ്. പിന്നീട് അവരുടെ കോൺസെപ്റ്റ്സ് എല്ലാം കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ന് കാണപ്പെടുന്ന മോഡേൺ ഫോം ഓഫ് സെൽ തിയറി ഫോം ചെയ്തിരിക്കുന്നത്. സ്ക്ലീഡൻ, ഷ്വാൻ ആൻഡ് വിർച്ചോ, ഈ മൂന്ന് പേരുടെ കോൺസെപ്റ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്നത്തെ സെൽ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. മാത്തിയാസ് സ്ക്ലീഡൻ, എ ജർമ്മൻ ബൊട്ടാനിസ്റ്റ് സ്ക്ലീഡൻ എന്ന് പറയുന്നത്. ഹി എക്സാമിൻഡ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഒബ്സർവ് ദാറ്റ് all plants are composed of different kinds of cells which forms the tissues of the plants. സ്ക്ലീഡൻ പ്ലാന്റ് ടിഷ്യൂസിലാണ് സ്റ്റഡി ചെയ്ത്. എന്നിട്ട് എന്താ മനസ്സിലാക്കിയേ? ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് പഠിച്ചു. ഓൾ പ്ലാന്റ്സ് ആർ ഫോംഡ് ഓഫ് അല്ലെങ്കിൽ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇതാണ് സ്ക്ലീഡൻ കണ്ടുപിടിച്ചത്. ലേറ്റർ ഷ്വാൻ ഒരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ്. He studied different types of animal cells and reported that cells had a thin outer layer which is today known as a plasma membrane. ഷ്വാൻ എന്താ പറഞ്ഞേ? ആനിമൽ സെൽസ് സ്റ്റഡി ചെയ്തിട്ട് ഈ ആനിമൽ സെൽസിനൊക്കെ എന്തുണ്ട്? ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. അതിന് ഇന്ന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് ബേസ്ഡ് ഓൺ ഹിസ് സ്റ്റഡീസ് ഓൺ പ്ലാന്റ് ടിഷ്യൂസ് ഹി കൺക്ലൂഡഡ് ദാറ്റ് പ്രസൻസ് ഓഫ് സെൽ വാൾ ഈസ് എ യൂണീക് ക്യാരക്ടർ ഓഫ് ദ പ്ലാന്റ് സെൽസ്. ആൻഡ് ഈ ഷ്വാൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പ്ലാന്റ്സിലും സ്റ്റഡി ചെയ്തു. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? പ്ലാന്റ് സെൽസിന് ചുറ്റുമായിട്ട് സെൽ വാൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഷ്വാൻ പ്രപ്പോസ് ദ ഹൈപ്പോസിസ് ദാറ്റ്, അതിൽ നിന്നാണ് ഷ്വാൻ എന്ത് പ്രപ്പോസ് ചെയ്തത്? ഓൾ ദ ബോഡീസ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സെൽസ്. ബോഡീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, പ്ലാന്റ് ആൻഡ് അനിമൽ ബോഡി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്? സെൽസും സെൽസിന്റെ പ്രൊഡക്ട്സ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് ആര് പറഞ്ഞത്? ഷ്വാൻ പറഞ്ഞത്. ആൻഡ് ലേറ്റർ റുഡോൾഫ് വിർച്വോ ആൻഡ് ഇപ്പോഴും സെൽ തിയറി ഇങ്ങനെയാണ്. സെൽസ് കൊണ്ടാണ് ഓർഗാനിസംസ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ന്യൂ സെൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനൊരു എക്സ്പ്ലനേഷൻ സെൽ തിയറി നൽകിയില്ല.
അപ്പോഴാണ് വിർച്ചോ വന്നത്. വിർച്ചോ എന്താ പറയുന്നത്? ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് സെൽസ് ഡിവൈഡഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ്. എങ്ങനെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് ന്യൂ സെൽസ് ഫോം ചെയ്യുന്നത്. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓംനിസ് സെല്ലുല ഈ സെല്ലുല. എന്താണ് റുഡോൾഫ് വിർച്ചോ പറഞ്ഞത്? ഓംനിസ് സെല്ലുല ഈ സെല്ലുല. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അങ്ങനെ ഈ 3 പേരുടെ ഐഡിയയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സെൽ തിയറി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ സെൽ തിയറി എന്താണ് പറയുന്നത്? all living organisms are composed of cells and products of cells, and new cells originate from pre-existing cells, and this is known as cell theory, and it was put forward by Schleiden, Schwann and Virchow. ഇവരുടെ 3 പേരുടെയും കൂടി കോൺസെപ്റ്റ് ആണ് ഈ സെൽ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് സെൽസ്. സെൽസിന് നമുക്ക് അതിൻ്റെ ന്യൂക്ലിയർ ഓർഗനൈസേഷൻ്റെ ബേസിസിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെൽസ് എങ്ങനെയുണ്ട്? യൂണിസെല്ലുലാർ ആൻഡ് പ്രൊക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ ബേസ്ഡ് ഓൺ ദ ന്യൂക്ലിയർ ഓർഗനൈസേഷൻ സെൽസിന് നമുക്ക് പ്രൊക്കാരിയോട്ടിക് സെൽ എന്നും യൂക്കാരിയോട്ടിക് സെൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽ. പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ടൈപ്പ്. സോ ഈ പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത എന്താ? ദേ ഡു നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സും ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെൽ ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയൽ സെൽ എന്ന് പറയുന്നത്. ആൻഡ് അതർ കാറ്റഗറി എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് സെൽ. അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽ എന്താ? അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും മറ്റ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ്, അതായത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ഇങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും കാണുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൽസിനെയാണ് യൂക്കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുക. യൂക്കാരിയോട്ടിക് സെൽ. സോ ഓർഗാനിസത്തിന് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ബാക്ടീരിയ. പ്രൊക്കാരിയോട്ടിക് ഗ്രൂപ്പിൽ വരുന്നതാണ് ബാക്ടീരിയ. അതിന്റെ പ്രത്യേകത എന്താ? ഇത് കണ്ടോ, ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ഒരു സെൻട്രൽ പാർട്ടിലായിട്ട് അല്ലെങ്കിൽ ആ സെല്ലിന്റെ ഏകദേശം മിഡിൽ പാർട്ടിലായിട്ട് ഇങ്ങനെ ലോക്കലൈസ് ചെയ്തായിരിക്കും കാണാൻ പറ്റുക. ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ന്യൂക്ലിയസിനകത്തൊന്നുമല്ല കാണാം. ആ സമയം യൂക്കാരിയോട്സിൽ നോക്കിയേ, ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ. ആ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഡെഫിനിറ്റ് ന്യൂക്ലിയസിനകത്തായിരിക്കും കാണാനായിട്ട് പറ്റുക. ദെൻ ഇവിടെ മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒന്നുമില്ല. എന്ത് മാത്രമേ ഉള്ളൂ? റൈബോസോം മാത്രമേ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കേ, അനിമൽ സെൽ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾജി ബോഡി ഉണ്ട്, ലൈസോസോംസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് എന്ത് കാണാം? സെൽ ഓർഗനൽസ് കാണാനായിട്ട് പറ്റും. സോ ഇത് പ്രോകാരിയോട്ടിക് സെല്ല്, ഇത് യൂക്കാരിയോട്ടിക് സെല്ല്. ഇനി പ്ലാന്റ് സെൽസും അനിമൽ സെൽസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ് പറയുന്നത്. പ്ലാന്റ് സെൽസ് എന്ന് പറയുന്നതും അനിമൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ യൂക്കാരിയോട്സ്. പ്ലാന്റ്സ് അനിമൽസ് ഒക്കെ പറയുന്നത് യൂക്കാരിയോട്സ് ആണ്. പ്ലാന്റ് സെൽസിന്റെ പ്രത്യേകത ദേ ഹാവ് എ സെൽ വോൾ. എന്തുണ്ട്? സെൽ മെംബ്രെയിന് ഔട്ടർ ആയിട്ടൊരു റിജിഡ് സെൽ വോൾ ഉണ്ട്, വിച്ച് ഗീവ് ദം എ സ്ട്രോങ് സ്ട്രക്ചർ. അവരുടെ ആ സ്ട്രോങ്നെസ്സിന് കാരണം അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് കൊടുക്കുകയാണ് സെൽ വോൾ ചെയ്യുന്നത്. അതുകൂടാതെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാം? ക്ലോറോപ്ലാസ്റ്റ്. ദേ ഹാവ് ക്ലോറോപ്ലാസ്റ്റ് വിച്ച് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? പ്ലാന്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. പ്ലാന്റ്സ് ആർ ഓട്ടോട്രോപ്സ്. സെൽഫായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? പ്ലാന്റ്സിനുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ്. അതും കാണാനായിട്ട് പറ്റും. ആൻഡ് ദേ ഓൾസോ ഹാവ് എ ലാർജ് വാക്യൂൾ ഫോർ സ്റ്റോറിങ് വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസസ്. വെള്ളവും മറ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സെല്ലിനകത്ത് എന്തുണ്ട്? വലിയ വാക്യൂൾസ് കാണാനായിട്ട് പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അനിമൽ സെൽസിൽ സെൽ വോൾ ഉണ്ടോ? ഇല്ല, അവർക്ക് സെൽ വോൾ ഇല്ല. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഇല്ല. അതുപോലെ പക്ഷെങ്കിൽ എന്തുണ്ട്? ദേ ഹാവ് സെൻട്രിയോൾസ് വിച്ച് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. നോക്കിക്കേ, 2 സെല്ലാ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഇത് ന്യൂക്ലിയസ്. ഇതെന്താണ്? ലാർജ് വാക്യൂൾ ഉള്ളത് കൊണ്ട് ഇതെന്തായിരിക്കണം? പ്ലാന്റ് സെല്ലായിരിക്കണം. പിന്നെ എന്ത് കാണാം?
സെൽ വോൾ കാണാം. അതുപോലെ ക്ലോറോപ്ലാസ്റ്റ്, പ്രസൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അനിമൽ സെല്ലാണ്, ഇതൊരു പ്ലാന്റ് സെല്ലാണ്. എന്തൊക്കെയാണ് പ്ലാന്റ് സെല്ലിൽ കാണാം? സെൽ വോൾ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ലാർജ് വാക്യൂൾ ഉണ്ട്. ഓക്കെ. ആൻഡ് അനിമൽ സെല്ലിലാണെന്നുണ്ടെങ്കിലോ വാക്യൂൾ ഉണ്ടോ? ലാർജ് വാക്യൂൾസ് ഇല്ല. അതുപോലെ സെൽ വോൾ ഇല്ല, ക്ലോറോപ്ലാസ്റ്റ് ഒന്നുമില്ല. ബിസൈഡ്സ് ദാറ്റ് ദേ ഹാവ് സെൻട്രിയോൾസ്. എന്തുണ്ട്? സെൻട്രിയോൾസ് അനിമൽ സെൽസിന്റെ പ്രത്യേകതയാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പുള്ള സെൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് RBC എന്ന് പറയുന്നത്, റെഡ് ബ്ലഡ് സെൽസ്. RBC, റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് ഷേപ്ഡ് എന്ന് പറയാം. ദെൻ WBCക്ക് അമീബോയിഡ് ഷേപ്പാണ്, അമീബോയിഡ് ഷേപ്പ്. ദെൻ എപ്പിത്തീലിയൽ സെൽസ് ആണ് കാണുന്നത്, ലോങ് ആയിട്ട്, നാരോ. ആൻഡ് ദിസ് ഈസ് ന്യൂറൽ സെൽസ്, ന്യൂറോൺസ്. ബ്രാഞ്ച്ഡ് ആയിരിക്കും. ദെൻ ട്രക്കീഡ്സ്, മീസോഫിൽ സെൽസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ടേബിൾ ഓർത്തിരിക്കുക, ലോങ്ങസ്റ്റ് സെൽ ഏതാ, സ്മോളസ്റ്റ് സെൽ ഏതാന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് സെൽ. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് മൈക്കോപ്ലാസ്മയാണ് സ്മോളസ്റ്റ് സെൽ. ആൻഡ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.3 മൈക്രോമീറ്റർ. സ്മോളസ്റ്റ് സെൽ ഈസ് മൈക്കോപ്ലാസ്മ. ദെൻ ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് 3 to 5 മൈക്രോമീറ്റർ. ആൻഡ് ഓസ്ട്രിച്ച് എഗ്, അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓസ്ട്രിച്ച് എഗ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെൽ. ഈസ് ഓസ്ട്രിച്ച് എഗ്. എഗ്ഗാണ് ലാർജസ്റ്റ് സെല്ലിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലുത് ഇതിനാ, ഓസ്ട്രിച്ചിന്. സോ ഓസ്ട്രിച്ച് എഗ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെൽ. അല്ലേ? ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ് ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ലോങ് ആൻഡ് നാരോ, മീസോഫിൽ സെൽ റൗണ്ട് ആൻഡ് ഓവൽ. ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസ്, അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽ ഓർ എറിത്രോസൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് ഷേപ്ഡ്. എന്താണ്? റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് ഷേപ്ഡ് ആൻഡ് വിത്തൗട്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല, വിത്തൗട്ട് ന്യൂക്ലിയസ്. Another important one is nerve cell. Longest cell in humans. ഹ്യൂമൻസിൽ കാണപ്പെടുന്നതിൽ വെച്ച് ലോങ്ങസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് nerve cell. And in plants it is tracheids. പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് സെൽ എന്ന് പറയുന്നത് ട്രക്കീഡ് ആണ്. ആൻഡ് ഇൻ ഹ്യൂമൻസ് ഇറ്റ് ഈസ് nerve cells. അപ്പോൾ ഓർത്തിരിക്കുക, ഹ്യൂമൻസിൽ കാണപ്പെടുന്ന ലോങ്ങസ്റ്റ്, നീളം കൂടിയ സെല്ല് ഏതാണ്? nerve cells അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയാം. ആൻഡ് വിത്തൗട്ട് ന്യൂക്ലിയസ് ഉള്ളതാണ് എറിത്രോസൈറ്റ് അല്ലെങ്കിൽ RBC, റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് ഷേപ്ഡ് ആണ്. ദെൻ ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെൽ എന്ന് പറയുന്നത് ഓസ്ട്രിച്ച് എഗ് ആണ്. സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. Dash is a fundamental structural and functional unit of all living organism. എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? ആൻസർ ഇറ്റ് ഈസ് സെൽ. അല്ലെ? ഡെഫിനിഷൻ തന്നെ അങ്ങനെയായിരുന്നു. സെൽ ഈസ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. Dash and Dash together formulated cell theory. സെൽ തിയറിക്ക് 2 സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഷ്വാൻ ആൻഡ് സ്ക്ലീഡൻ. ആരൊക്കെയാണ് ഇവിടെ? രണ്ട് പേരാണ്, ഷ്വാൻ ആൻഡ് സ്ക്ലീഡൻ. സ്ക്ലീഡൻ എന്താ പറഞ്ഞത്? പ്ലാന്റ് സെൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്, അല്ലെ? പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആൻഡ് അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്നാണ് ഷ്വാൻ പറഞ്ഞത്. ഈ 2 കോൺസെപ്റ്റും റുഡോൾഫ് വിർച്ചോയുടെ എങ്ങനെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്? സെൽസ് ആർ formed from pre-existing, new cells are formed from pre-existing cells. ഈ 3 കോൺസെപ്റ്റും കൂടി ചേർന്നിട്ടാണ് ഇന്ന് കാണുന്ന സെൽ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഹൂ ഡിസ്കവേർഡ് ദ ഫസ്റ്റ് ലിവിങ് സെൽ? ഫസ്റ്റ് ലിവിങ് സെൽ കണ്ടുപിടിച്ചത് ആരാണ്? ഹൂ ഡിസ്കവേർഡ് ദ ഫസ്റ്റ് ലിവിങ് സെൽ? ഇറ്റ് വാസ് ആന്റൺ വോൺ ല്യൂവൻഹോക്ക് ആൻഡ് ഹി നെയിംഡ് ഇറ്റ് as animalcules. ആന്റൺ വോൺ ല്യൂവൻഹോക്ക് ആണ് ഫസ്റ്റ് ലിവിങ് സെല്ല് ഡിസ്കവർ ചെയ്തത്. ആൻഡ് അദ്ദേഹം അതിന് എന്ത് പേരാ വിളിച്ചത്? അനിമൽക്യൂൾസ്.
ഫസ്റ്റ് സെൽ ആരാണ് ഒബ്സർവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? ഫസ്റ്റ് സെൽ ഈസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, cells that have membrane bound nuclei are called dash, whereas cells that lack a nucleus are called. എന്താണ് മെംബ്രെയിൻ? ഡെഫിനിറ്റ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഉള്ള സെൽസിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? യൂകാരിയോട്ടിക് സെൽസ്. എന്താണ്? യൂകാരിയോട്ടിക് സെൽസ്. And cells which do not have a definite nucleus and other membrane bound organelles are called prokaryotic cell or prokaryotes. അല്ലെ, prokaryotes. The main arena of cellular activities. സെല്ലുലാർ ആക്ടിവിറ്റീസ് മെയിൻ ആയിട്ട് എവിടെയാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ് മെയിൻ ആയിട്ട് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ആ സൈറ്റോപ്ലാസത്തിലാണ് ന്യൂക്ലിയസും അതുപോലെയുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആണ് ആൻഡ് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് നമുക്ക് പഠിക്കാം. അതിൽ എക്സാമ്പിൾ വരുന്നത് ബാക്ടീരിയ ആണ്. ഇത് നോക്കുക, ആൻഡ് ദേ ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദ കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറൻസിലാണ് ഇവർ വരുന്നത്. ദേ ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദ കിങ്ഡം മൊണീറ വിച്ച് ഇൻക്ലൂഡ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗ, മൈക്കോപ്ലാസ്മ, PPLO. PPLO എന്നൊക്കെ പറഞ്ഞ എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. സ്മോളസ്റ്റ് സെൽ ഏതാണ്? ഇറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. And they are generally smaller and multiply more rapidly than eukaryotic cells, and their size vary greatly in shape and size. The 4 basic shapes of bacteria. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന 4 ഡിഫറെന്റ് അല്ലെങ്കിൽ ബേസിക് ഷേപ്സ് എന്ന് പറയുന്നത് കോക്കസ്, ബാസിലസ്, സ്പൈറില്ലം ആൻഡ് വിബ്രിയോ ആണ്. കോക്കസ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്ഡ് ആയിരിക്കും. ബാസിലസ് ഈസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയനെയാണ് ബാസിലസ് എന്ന് വിളിക്കുക. ദെൻ സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ലം ആൻഡ് കോമ ഷേപ്ഡ് വിബ്രിയോ. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഓൾ പ്രൊക്കാരിയോട്സ് ആർ സറൗണ്ടഡ് ബൈ പ്ലാസ്മ ഓർ സെൽ മെംബ്രെയിൻ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ സെൽ വാൾ. എല്ലാ പ്രൊക്കാരിയോട്സിലും എന്താണ്? സെല്ലിനെ കവർ ചെയ്തിട്ട് സെൽ മെംബ്രെയിൻ ഓർ ദ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ദെൻ അതിന് ഔട്ടറായിട്ട് എന്തും കാണാം? സെൽ വാളും നമുക്ക് കാണാനായിട്ട് പറ്റും. ബട്ട് ഇൻ മൈക്കോപ്ലാസ്മ എല്ലാ പ്രൊക്കാരിയോട്സിൽ എന്തുണ്ട് എന്ന് പറഞ്ഞു? സെൽ വോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനൊരു എക്സെപ്ഷൻ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മയിൽ സെൽ വോൾ ഈസ് ആബ്സെന്റ് ഇൻ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. അതുകൊണ്ട് തന്നെ they can be pleomorphic in nature. അവര് പ്ലിയോമോർഫിസം കാണിക്കുമെന്നാണ് പറയുന്നത്. പ്ലിയോമോർഫിക് ഫോംസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. സെൽ വോൾ ഉണ്ടെങ്കിൽ എന്താ കാര്യം? സെൽ വോൾ എന്താ? ഒരു സ്ട്രെങ്ത് കൊടുക്കും. ആ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് അല്ലേ. അപ്പൊ അതിന്റെ ബോഡി ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഈ പറയുന്ന സെൽ വോള്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്കോപ്ലാസ്മ ഈ സെൽ വോൾ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. പല ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഫീച്ചറിനെയാണ് പ്ലിയോമോർഫിസം അല്ലെങ്കിൽ പ്ലിയോമോർഫിക് ഫോംസ് എന്നൊക്കെ വിളിക്കാം. ആൻഡ് സെല്ലിനകത്ത് ഇപ്പൊ സെല്ലിന് പുറത്ത് എന്താ? പ്രൊക്കാരിയോട്ടിക് സെല്ല് നോക്കിയാൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിന് ഔട്ടറായിട്ട് സെൽ വോൾ ഉണ്ട്. ആൻഡ് സെൽ മെംബ്രെയിൻ അകത്ത് കാണപ്പെടുന്ന റീജിയൻ ആണ് സൈറ്റോപ്ലാസം. ദ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് ഫില്ലിംഗ് ദ സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. അതൊരു സെമി ഫ്ലൂയിഡ് നേച്ചറാണ് ഈ സൈറ്റോപ്ലാസിന് ഉണ്ടാകുക. ആൻഡ് ദർ ഈസ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. പ്രൊക്കാരിയോട്സിൽ എന്തില്ല? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയാ കാണുന്നത്? ജനറ്റിക് മെറ്റീരിയൽ ഈസ് ബേസിക്കലി നേക്ഡ് ആൻഡ് നോട്ട് എൻവലപ്ഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. നേക്ഡ് ആയിട്ടാണ്, അറൌണ്ട് സെൻട്രൽ ആയിട്ട് എന്നുണ്ടെങ്കിൽ ആ സെല്ലിന്റെ ഏകദേശം മിഡിൽ റീജിയനിലായിട്ട് ഡിസ്പേഴ്സ് ചെയ്താണ് കാണുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും കാണുന്നില്ല. ആൻഡ് ഇൻ അഡീഷൻ ടു ദ ജീനോമിക് DNA എന്ന് പറയുന്നത് സർക്കുലർ DNA ആണ്. ആൻഡ് ഇത് കൂടാതെ many bacteria have small circular DNA outside the genomic DNA. Genomic DNA കൂടാതെ ആ സൈറ്റോപ്ലാസിൽ ഇതുപോലെ സർക്കുലർ DNAs കാണാം, സ്മോൾ. അതിനെയാണ് പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ കോൾഡ് പ്ലാസ്മിഡ്സ്. എന്താണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്? ഇൻ അഡീഷൻ ടു ദി ജീനോമിക് DNA, many bacteria have small circular DNA outside the genomic DNA. And these smaller DNAs are called plasmids. Plasmids important ആണ് because plasmids ഈ ബാക്ടീരിയാസിന് യുണീക്ക് ആയിട്ടുള്ള ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ട് കാണും അല്ലേ.
ആൻറ്റിബയോട്ടിക് ഇപ്പോൾ നമ്മളോട് ഡോക്ടർ പറയും ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആകും അല്ലെ? നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് പിന്നീട് വീണ്ടും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് ആ സെയിം ബാക്ടീരിയക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ആവില്ല. കാരണം എന്താ? ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് കാണിക്കാനായിട്ട് തുടങ്ങും. സോ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനൊക്കെ കാരണം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ പറയുന്ന പ്ലാസ്മിഡ്സ് ആണ്. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് പ്രൊക്കാരിയോട്ട്. ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിൻ ഔട്ടർ ആയിട്ട് സെൽ വോൾ കാണാം. ആൻഡ് ഈ കാണുന്ന സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ ജനറ്റിക് മെറ്റീരിയലും മറ്റ് കാണപ്പെടുന്ന റൈബോസോം, മീസോസോംസ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നത്. ദെൻ ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദി ന്യൂക്ലിയർ മെറ്റീരിയൽ സ്മോളർ സർക്കുലർ DNA കാണാം. അതാണ് പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇതുപോലെ സെൽ മെംബ്രെയിനിൽ നിന്ന് ഇൻവേർട്ട് പ്രൊട്രൂഷൻസ് കാണാം. അതിനെയാണ് മീസോസോംസ് എന്നൊക്കെ പറയുന്നത്. മീസോസോംസ്. ഇത് കൂടാതെ ഇതിന് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫ്ലജെല്ല പോലുള്ള സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. ദെൻ ഔട്ടർ ആയിട്ട് ഒരു സ്ലൈമി ലെയർ ഉണ്ട്. അതിനെയാണ് ക്യാപ്സ്യൂൾ. അറ്റാച്ച്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ക്യാപ്സ്യൂൾസും കാണാം. നോക്കുക, ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ഫൗണ്ട് ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൽ എന്താണ്? ഈ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റുമായിട്ടൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രൊക്കാരിയോട്ട് അങ്ങനെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുപോലെ ഓർഗനൽസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. റൈബോസോം ആണ് പ്രൊക്കാരിയോട്ടിലും യൂക്കാരിയോട്ടിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു ഓർഗനൽ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊക്കാരിയോട്സ് ഹാവ് സംതിങ് യുണീക്ക് ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഷൻസ്. ഇൻക്ലൂഷൻ ബോഡീസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് എ സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ഓഫ് സെൽ മെംബ്രെയിൻ കോൾഡ് മീസോസോംസ്. ഈ കാണുന്ന മീസോസോംസ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവാജിനേഷൻ പ്രൊക്കാരിയോട്ടിൽ കാണപ്പെടുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ഈ മീസോസോംസ് എന്ന് പറയുന്നത്. മീസോസോംസ് ആൻഡ് ദേ ആർ ഇൻഫോൾഡിങ്സ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ് ഈ മീസോസോം എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ദെൻ സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് ദ പ്രൊക്കാരിയോട്ടിക് സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ്. നമുക്കറിയാം പ്രൊക്കാരിയോട്ടിക് സെല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഔട്ടറിലായിട്ട് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. സെൽ വോൾ. ഈ സെൽ വോളിൻ്റെ മോഡിഫിക്കേഷൻസ് അതുപോലെ സെൽ എൻവലപ്പ് എന്താണെന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. മോസ്റ്റ് പ്രൊക്കാരിയോട്ടിക് സെൽസ്, പെർട്ടിക്കുലർലി ദ ബാക്ടീരിയൽ സെൽസ്, ഹാവ് എ കെമിക്കലി കോംപ്ലക്സ് സെൽ എൻവലപ്പ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ടൈറ്റ്ലി ബൗണ്ട് 3-layered സ്ട്രക്ചർ. എന്താണ്? ഒരു സെൽ എൻവലപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് ടൈറ്റ്ലി ബൗണ്ട് 3-layered സ്ട്രക്ചറാണ്. ദ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് ടൈറ്റ്ലി ബൗണ്ട് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 layers. ഏതൊക്കെയാണ്? ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ. സെൽ എൻവലപ്പിൽ വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ദീസ് 3 ടുഗദർ ഫോംസ് ദ സെൽ എൻവലപ്പ്. ഇത് മൂന്നും ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സെൽ എൻവലപ്പ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിൽ തന്നെ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഔട്ടർമോസ്റ്റ് ലെയർ ഏതാണ്? ഇറ്റ് ഈസ് ദ ഗ്ലൈക്കോകാലിക്സ്. ആൻഡ് ദ ഡെഡ് മിഡിൽ ലെയർ, ഡെഡ് ആയിട്ടുള്ള മിഡിൽ ലെയർ ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ദ ലിവിങ് ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ. ലിവിങ് ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. സോ നമ്മുടെ പ്രൊക്കാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഔട്ടർ എന്ന് പറയുന്നത് ഒരു സെൽ എൻവലപ്പ് ആയിരിക്കും. സെൽ എൻവലപ്പ്. ആൻഡ് സെൽ എൻവലപ്പിന് 3 സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാകുക. ആൻഡ് ദേ ആർ ടൈറ്റ്ലി ബൗണ്ട്. ആൻഡ് ഇന്നർമോസ്റ്റ് പോർഷൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ വിച്ച് ഈസ് ലിവിങ്. ആൻഡ് ദ മിഡിൽ ലെയർ എന്ന് പറയുന്നത് സെൽ വോൾ ആണ് വിച്ച് ഈസ് നോൺ ലിവിങ്. ആൻഡ് ഔട്ടർമോസ്റ്റ് ഗ്ലൈക്കോകാലിക്സ്. And they act together as a single protective unit, but each layer of the envelope performs distinct functions. And ഗ്ലൈക്കോകാലിക്സിനെ വേറൊരു പേരിലും വിളിക്കുന്നുണ്ട് വിച്ച് ഇസ് കോൾഡ് സ്ലൈം ലെയർ. ഈ ഗ്ലൈക്കോകാലിക്സ് അതിൻ്റെ ടെക്സ്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ലൈം ലെയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഇഫ് ഗ്ലൈക്കോകാലിക്സ് ക്യാൻ ബി കോൾഡ് സ്ലൈം ലെയർ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലൂസ് ഷീത്ത്. ഒരു ലൂസ് ഷീത്ത് പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൈക്കോകാലിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ലൈം ലെയർ. Some while in others it may be called the capsule if it is thick and tough. ഗ്ലൈക്കോകാലിക്സ് തിക്ക് ആൻഡ് ടഫ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും? ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് ലൂസ് ഇറ്റ് ഈസ് കോൾഡ് സ്ലൈമി ലെയർ. സോ ഏറ്റവും ഔട്ടറായിട്ട് ബാക്ടീരിയൽ സെൽസിൽ കാണപ്പെടുന്നതാണ് സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പിന് 3 പാർട്ട് ഉണ്ട്: ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഗ്ലൈക്കോകാലിക്സ് ആണ് ഔട്ടർ മോസ്റ്റ് ലെയർ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് തിൻ
അത് തിന്നായിട്ട് അല്ലെങ്കിൽ ലൂസായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സ്ലൈം ലെയർ എന്നും, ഇഫ് ഇറ്റ് ഈസ് തിക്കാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ആൻഡ് മിഡിൽ ലെയർ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്, അതിനെയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ലിവിങ് ആണ്, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. And gram positive and gram negative based on the differences in the cell envelope and the manner in which they respond to staining. ഗ്രാം സ്റ്റെയിനിങ് എന്നുള്ളൊരു പ്രൊസീജിയറാണ്. അത് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഗ്രാം ആണ്. അതുകൊണ്ടാണ് ആ പ്രൊസീജിയർ ഗ്രാം സ്റ്റെയിനിങ് എന്ന് വിളിക്കുന്നത്. സോ എങ്ങനെയാണ് ഗ്രാം സ്റ്റെയിനിങ്ങിനോട്, ആ പ്രൊസീജിയറിനോട് ആ ബാക്ടീരിയ റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൽ എൻവലപ്പിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ ബാക്ടീരിയനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ് ഓഫ് ബാക്ടീരിയ ടുവേർഡ്സ് സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ ഡെവലപ്ഡ് ബൈ ക്രിസ്ത്യൻ ഗ്രാം. ഓക്കെ, ആൻഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ഇൻ സെൽ എൻവലപ്പ്, എന്താണ്, ബാക്ടീരിയാസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഗ്രാം സ്റ്റെയിനോട് പോസിറ്റീവ്, അതായത് എന്താണ്, അത് ആ സ്റ്റെയിൻ റിസീവ് ചെയ്യും അല്ലേ. ആൻഡ് ദെയർ സെൽ എൻവലപ്പ് ക്യാൻ ടേക്ക് അപ്പ് ദ ഗ്രാം സ്റ്റെയിൻ. ആ ബാക്ടീരിയൽ സെൽ എൻവലപ്പിന് ആ ഗ്രാം സ്റ്റെയിൻ ടേക്കപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബാക്ടീരിയയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. If their cell envelope do not take up the gram stain, it is called a gram negative bacteria. So gram staining procedure എന്ന് പറയുന്നത് it is used to differentiate bacterial species into two groups based on their cell wall composition. ആ cell wall compositionന്റെ ബേസിസിലാണ് ഗ്രാം സ്റ്റെയിൻ ടേക്കപ്പ് ചെയ്യുന്നതും അതുപോലെ ടേക്കപ്പ് ചെയ്യാതിരിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ സെൽ എൻവലപ്പിലുള്ള അല്ലെങ്കിൽ സെൽ വാളിലുള്ള ഡിഫറൻസിയേഷൻ കാരണം, സെൽ വാൾ കോമ്പോസിഷനിലുള്ള ഡിഫറൻസസ് കാരണം ഗ്രാം സ്റ്റെയിനിങ്ങിനോട് രണ്ട് രീതിയിലായിരിക്കും ബാക്ടീരിയ റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ബാക്ടീരിയനെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം. ദെൻ ഇതിന് പ്രൊസീജിയറാണ് ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ എന്ന് പറയും. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ. അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് സ്ലൈഡ് എടുക്കുക. ആ ബാക്ടീരിയൽ സാമ്പിൾ സ്പ്രെഡ് ഓൺ എ ഗ്ലാസ് സ്ലൈഡ് ആൻഡ് ഹീറ്റ് ഫിക്സ്ഡ് ടു അഡ്ഹെയർ ദ സെൽസ് ഓൺ ദ സ്ലൈഡ്. ഇങ്ങനെ രണ്ട് സ്ലൈഡ് നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മളൊരു ബാക്ടീരിയൽ കൾച്ചർ എടുത്തിട്ട് ഒരു സ്ലൈഡിൻ്റെ ടിപ്പിൽ കൊടുക്കുക. ദെൻ അവിടെ നിന്ന് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. ഈ നമ്മുടെ കയ്യിലുള്ള മറ്റേ സ്ലൈഡ് കൊണ്ട് നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്ഡ് ഗ്ലാസ് സ്ലൈഡ് അതുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കൊരു തിൻ ഷീറ്റ് കിട്ടും. ദെൻ അതിന് നമ്മൾ ഹീറ്റ് ഫിക്സ് ചെയ്യും. പതിയെ ഫ്ലെയിമിന് മുകളിൽ കാണിച്ചിട്ട് വേവ് പാറ്റേണിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹീറ്റ് ഫിക്സ്ഡ് ആവും. നെക്സ്റ്റ് ആണ് നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുക. ഇവിടെ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. പ്രൈമറി സ്റ്റെയിൻ ഈസ് ക്രിസ്റ്റൽ വയലറ്റ്. So we should add crystal violet for 1 to 2 minutes. 1 to 2 minutes crystal violet ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം മോർഡൻ്റ് ആഡ് ചെയ്ത് കൊടുക്കും. മോർഡൻ്റ് ഈസ് അയഡിൻ ആഡ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ടു ഫോം എ കോംപ്ലക്സ് വിത്ത് ക്രിസ്റ്റൽ വയലറ്റ് വിച്ച് ഹെൽപ്സ് ദ ഡൈ ടു ബൈൻഡ് സ്ട്രോങ്ലി ടു ദി ബാക്ടീരിയൽ സെൽ വോൾ. ആ ഡൈ ബാക്ടീരിയൽ സെൽ വോളുമായിട്ട് ടൈറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബൗണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മോർഡൻ്റ്. ഇവിടുത്തെ മോർഡൻ്റ് ഏതാണ്? ഇറ്റ് ഈസ് അയഡിൻ. മോർഡൻ്റ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാം. ദെൻ ഡീകളറൈസർ. അതിനുശേഷം എഥനോൾ അല്ലെങ്കിൽ അസറ്റോൺ ആഡ് ചെയ്ത് കൊടുക്കും. ഡീകളറൈസർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വാഷ് ഓഫ് ആയി പോകും. ക്രിസ്റ്റൽ വയലറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് വാഷ് ഓഫ് ആവും ഈ പറയുന്ന എഥനോൾ അല്ലെങ്കിൽ അസറ്റോൺ ആഡ് ചെയ്യുമ്പോൾ. കാരണം ഡ്യൂ ടു ദെയർ തിക്ക് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഡ്യൂ ടു ദെയർ തിക്കർ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ത് ചെയ്യും? ആ ക്രിസ്റ്റൽ വയലറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചിരിക്കും, വാഷ് ചെയ്യുമ്പോൾ പോകില്ല. ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എഥനോൾ അല്ലെങ്കിൽ അസറ്റോണൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെയിൻസ് ഒക്കെ പോകും. സോ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്ന സഫ്രാനിൻ എന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്റ്റെയിൻ അതിലോട്ട് പിടിക്കും. അതാണ് സഫ്രാനിൻ ഈസ് ദ കൗണ്ടർ സ്റ്റെയിൻ വിച്ച് സെർവ്സ് ആസ് എ കൗണ്ടർ സ്റ്റെയിൻ ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ടേക്സ് അപ്പ് ദ സഫ്രാനിൻ ആൻഡ് അപ്പിയർ പിങ്ക് ഓർ റെഡ്. whereas the gram positive bacteria remain purple. കാരണം എന്താ? അതിൻ്റെ തിക്കർ ആ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലോട്ട് ഓൾറെഡി ക്രിസ്റ്റൽ വയലറ്റ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ്.
സോ ദ പ്രൊസീജിയർ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം സ്പ്രെഡ് ഉണ്ടാക്കും, അതിനുശേഷം അതിനെ ഒന്ന് ഫിക്സ് ചെയ്യും. ദെൻ ക്രിസ്റ്റൽ വയലറ്റ്, പ്രൈമറി സ്റ്റെയിൻ ആണ് ക്രിസ്റ്റൽ വയലറ്റ്, അത് ആഡ് ചെയ്ത് കൊടുക്കും. ടൈമിൽ ചെറിയ വേരിയേഷൻസും കാണിക്കുക, അതൊന്നും നോക്കണ്ട, ഇത്ര ഓർത്തിരിക്കുക. പ്രൈമറി സ്റ്റെയിൻ ഏതാണ്? ഗ്രാം സ്റ്റെയിനിങ്ങിൽ. ഇതാണ് ക്രിസ്റ്റൽ വയലറ്റ്. ഇഫ് ഇറ്റ് ഈസ് അതിനുശേഷം അയഡിൻ ആഡ് ചെയ്ത് കൊടുക്കും. അയഡിൻ എന്ന് പറയുന്നത് എന്താണ്? മോർഡൻ്റ് ആണ്, മോർഡൻ്റ്. ഓക്കെ, മോർഡൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ ആ ക്രിസ്റ്റൽ വയലറ്റ് അതുപോലെ ഹോൾഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കുക, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ തിന്നാണ്. സോ എന്ത് സംഭവിക്കും? ആ ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെ വാഷ് ഓഫ് ആയി പോകും. ദെൻ കൗണ്ടർ സ്റ്റെയിൻ ഏതാണ്? സഫ്രാനൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഒക്കെ പിങ്ക് കളറിൽ അപ്പിയർ ചെയ്യും, ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഒക്കെ വയലറ്റ് കളറിൽ അപ്പിയർ ചെയ്യും. Then functions of the glycocalyx. Glycocalyxന്റെ functions ആണ് പറയുന്നത്. It provides definite shape to the cell. സെല്ലിന് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. And it helps in recognition of microbes for defense. ഡിഫൻസിന് വേണ്ടിയിട്ട് മൈക്രോബ്സിനെ ഡിഫൻസ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ അണ്ടർലൈങ് പ്ലാസ്മ മെംബ്രെയിൻ. അതിന് താഴെയുള്ള പ്ലാസ്മ മെംബ്രെയിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഈ ഗ്ലൈക്കോകാലിക്സ് ആണ്. ആൻഡ് സെൽ വോൾ ഓഫ് ആർക്കി ബാക്ടീരിയ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്യൂഡോ മ്യൂറൈൻ. ആർക്കി ബാക്ടീരിയ, പ്രിമിറ്റീവ് ബാക്ടീരിയ ആണ്. അതിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്യൂഡോ മ്യൂറൈൻ. And in the case of eubacteria or the true bacteria, cell wall is made up of peptidoglycan, N-acetyl glucosamine അതുപോലെ N-acetyl muramic acid കൊണ്ടൊക്കെയാണ് യൂബാക്ടീരിയയിൽ ഈ സെൽ വോള് ഫോം ചെയ്തിരിക്കുന്നത്. സെൽ വോൾ എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണെന്ന് പറഞ്ഞു, നോൺ ലിവിങ് ആണെന്ന് പറഞ്ഞു. ഇത് ഷേപ്പ് കൊടുക്കുക, റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടാണ് സെൽ വോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ലെയർ ആണ് സെൽ എൻവെൽപ്പിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് ലെയർ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ലിവിങ്. സോ ഇറ്റ് ഈസ് സെമി പെർമിയബിൾ. ഇതെങ്ങനെയാണ്? സെമി പെർമിയബിൾ ഇൻ നേച്ചർ, ആൻഡ് ഇറ്റ് ഇന്ററാക്ട്സ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നതാണ് ഇന്റേണൽ സൈഡ്. ഇത് ഔട്ടർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ്. ആൻഡ് ദിസ് മെംബ്രെയിൻ ഈസ് സ്ട്രക്ചറലി സിമിലർ ടു ദാറ്റ് ഓഫ് യൂക്കാരിയോട്സ്. യൂക്കാരിയോട്ടിക് സെൽ മെംബ്രെയിൻ്റെ പോലെ ലിപ്പിഡ് ബൈലെയർ തന്നെയാണ് പ്രൊക്കാരിയോട്ടിക് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നതും. ആൻഡ് എ സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ഓഫ് സെൽ മെംബ്രെയിൻ കോൾഡ് മീസോസോം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സിൽ ഈ പറയുന്ന സെൽ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവാജിനേഷൻസ് ആയിട്ട് മീസോസോമിക് സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാം. And it is formed by the infoldings or extensions of cell membrane, and these extensions are in the form of vesicles, tubules and lamellae. എന്താണ് മീസോസോമിന്റെ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്? ഫോർമേഷൻ ഓഫ് സെൽ വോൾ. സെൽ വോൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന മീസോസോംസ് ആണ്. അതുപോലെ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്, റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുക, സെക്രീഷൻ പ്രോസസ്സ്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക, ഇതൊക്കെയാണ് മീസോസോമിന്റെ ഫംഗ്ഷൻ. And in some prokaryotes like cyanobacteria, there are other membranous extensions into the cytoplasm called chromatophores. സയനോബാക്ടീരിയയിലൊക്കെ മീസോസോംസ് ഒന്നും കൂടാതെ അഡീഷണൽ എക്സ്റ്റൻഷൻസ് ഒക്കെ കാണാം. അതിനെയാണ് ക്രൊമാറ്റോഫോഴ്സ് എന്ന് വിളിക്കുക. ക്രൊമാറ്റോഫോഴ്സ് ഇത് യൂക്കാരിയോട്ടിലെ ക്ലോറോപ്ലാസ്റ്റിന് സിമിലർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ബാക്ടീരിയ ദ ഇൻഫോൾഡിങ്സ് ഓഫ് സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ്. സെൽ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിന് എന്താണ് വിളിക്കുക? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, മീസോസോംസ്. എന്താണ്? മീസോസോംസ്. Next one, many bacteria have small circular DNA in addition to genomic DNA and is called. Genomic DNA കൂടാതെ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന സ്മോൾ സർക്കുലർ DNA എന്ത് വിളിക്കും? എന്തായിരുന്നു? They are called plasmid. പ്ലാസ്മിഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? പ്ലാസ്മിഡിന്റെ ഇമ്പോർട്ടൻസ്, they provide microbial resistance അല്ലേ? റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാസ്മിഡ്സ് ആണ്. Reserved materials in prokaryotic cell is stored in cytoplasm in the form of inclusion bodies. എന്താണ്? inclusion bodies. Okay. Next is motility. നമ്മൾ സെൽ എൻവലപ്പ് പറഞ്ഞു. സെൽ എൻവലപ്പിന് ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്,
പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ദെൻ സെല്ലിന് മോട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്ലജല്ല, പിലൈ ആൻഡ് ഫിംബ്രിയെ. എന്തൊക്കെയാണ്? ഫ്ലജല്ല, പിലൈ ആൻഡ് ഫിംബ്രിയെ. ഫ്ലജല്ല, അതുപോലെ തന്നെ ഈ സ്മോൾ ഫിംഗർ ലൈക്ക് ഫിംബ്രിയെ ആൻഡ് പിലൈ. ഈ സ്ട്രക്ചേഴ്സ് ആണ് ബാക്ടീരിയൽ സെൽസിന് മോട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പോയിന്റ്സ് നോക്കാം. ബാക്ടീരിയ ഷോ എ റേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലജല്ല. ഫ്ലജല്ലയുടെ നമ്പർ, അറേഞ്ച്മെന്റ് പാറ്റേൺ ഒക്കെ ഓരോ ബാക്ടീരിയാസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ബാക്ടീരിയൽ ഫ്ലജല്ലത്തിൻ്റെ ഒരു നോർമൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 3 പാർട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫിലമെന്റ്, ഹുക്ക്, ബേസൽ ബോഡി. 3 പാർട്ട് ഏതൊക്കെയാണ്? ഫിലമെന്റ്, ഹുക്ക്, basal body. Okay, filament is the longest portion and extends from the cell surface to the outside. ഇതിലെ ഫിലമെന്റ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഹുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ജോയിൻസ് ബേസൽ ബോഡി ടു ദി ഫിലമെന്റ്. ഈ ബേസൽ ബോഡീനെ ഫിലമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഹുക്ക് എന്ന് പറയുന്നത്. ആൻഡ് പിലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻ. ആൻഡ് ഫിംബ്രിയെ എന്ന് പറയുന്നത് സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിംഗ് ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് ഇൻ സം ബാക്ടീരിയ ദേ ആർ നോൺ ടു ഹെൽപ്പ് ടു അറ്റാച്ച് ഓർ ആങ്കറേജ് അറ്റാച്ച്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ ഫിംബ്രിയെ എന്ന് പറയുന്നത്. പിലൈ എന്ന് പറയുന്നതൊക്കെ മെയിനായിട്ട് ബാക്ടീരിയൽ കോൺജുഗേഷൻ്റെ ഒക്കെ സമയത്ത് ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ പിലൈ എന്ന് പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലജല്ല നമുക്ക് ബാക്ടീരിയാസിനെ മോണോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, ലോഫോട്രൈക്കസ് ആൻഡ് പെരിട്രൈക്കസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. കണ്ടോ, മോണോട്രൈക്കസ് ഈ കാണുന്നതാണ് മോണോട്രൈക്കസ്. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ഫ്ലജല്ല ആയിരിക്കും. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ഫ്ലജല്ലയാണ് മോണോട്രൈക്കസിൽ കാണാം. അതിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറെ. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ഫ്ലജല്ല ഓൺ എയ്തർ സൈഡ് ഓർ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഓൺ എയ്തർ സൈഡ്. ഒരു സിംഗിൾ ഫ്ലജല്ല ഓപ്പോസിറ്റ് സൈഡിലോ കണ്ടോ ഒന്ന് വെച്ച് കാണാം. അതല്ലെങ്കിൽ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഓപ്പോസിറ്റ് സൈഡ്സിൽ കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആംഫിട്രൈക്കസ്, 2 സൈഡിലും ആയിട്ട് കാണുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എഡ്ജസിലായിട്ട് കാണുന്നതാണ് ആംഫിട്രൈക്കസ്. അത് ഒന്നുകിൽ സിംഗിൾ ഫ്ലജല്ല ആകാം അല്ലെങ്കിൽ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ലാസ് ആയിരിക്കാം. നെക്സ്റ്റ് ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ മെനി ഫ്ലജല്ല ഇൻ എ സിംഗിൾ സ്പോട്ട്. ഒരൊറ്റ സൈഡിൽ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോഫോട്രൈക്കസ് എന്ന് വിളിക്കുക. ആൻഡ് പെരിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എല്ലാ സർഫസിലും മൾട്ടിപ്പിൾ ഫ്ലജല്ലാസ് ഓൺ ഓൾ ഓവർ ദ ബോഡി. ആ ഓൾ ഓവർ ദ സെൽ സർഫസിൽ മൾട്ടിപ്പിൾ ഫ്ലജല്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് അറേഞ്ച്മെന്റിനെയാണ് പെരിട്രൈക്കസ് എന്ന് വിളിക്കുക. സോ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ എങ്ങനെയൊക്കെയാണ് 4 ടൈപ്പ് ബാക്ടീരിയാസ് വരുന്നുണ്ട്. മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് പെരിട്രൈക്കസ്. സിംഗിൾ ഫ്ലജല്ല ആണെന്നുണ്ടെങ്കിൽ മോണോട്രൈക്കസ്, എ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഓൺ 1 സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലോഫോട്രൈക്കസ്, സിംഗിൾ ഫ്ലജല്ല ഓർ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഓൺ ഓപ്പോസിറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ആംഫിട്രൈക്കസ് ആൻഡ് ഫ്ലജല്ല ഓൾ ഓവർ ദ ബോഡി ഈ കൊളയിലൊക്കെ പോലെ അതാണെന്നുണ്ടെങ്കിൽ പെരിട്രൈക്കസ് കണ്ടീഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഇതിലെ പിലസ് വഴി കോൺജുഗേഷൻ ആണ് ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ. നെക്സ്റ്റ് പ്രൊക്കാരിയോട്സിൽ കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം ആൻഡ് റൈബോസോംസ് ഇൻ പ്രൊക്കാരിയോട്സ് ആർ നോൺ as 70S ടൈപ്പ്. പ്രൊക്കാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് 70S ആണ്. 70S അവിടെ എസ് എന്ന് പറയുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. ദെൻ റൈബോസോം നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 സബ് യൂണിറ്റ് ആണ് ഉണ്ടാകുക. ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോളർ സബ് യൂണിറ്റും. ഒരു ലാർജർ സബ് യൂണിറ്റും ഒരു സ്മോളർ സബ് യൂണിറ്റും. ലാർജർ സബ് യൂണിറ്റ് നമ്മൾ 50S സബ് യൂണിറ്റ് എന്നും സ്മോളർ സബ് യൂണിറ്റിനെ 30S സബ് യൂണിറ്റ് എന്നാണ് വിളിക്കുക. ദെൻ റൈബോസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് RNAs ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോംസ് എന്ന് പറയുന്നത് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് റൈബോസോമൽ RNAs ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോമൽ RNAസും പ്രോട്ടീൻസും ചേർന്നിട്ടാണ് റൈബോസോംസ് ഫോം ചെയ്യാം. സോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് വിച്ച് ടൈപ്പ് ഓഫ് റൈബോസോംസ് ആർ സീൻ ഇൻ പ്രൊക്കാരിയോട്സ് എന്ന് ചോദിക്കാം. ഏത് ടൈപ്പാണ്? 70S. ആൻഡ് പ്രൊക്കാരിയോട്സിൽ കാണപ്പെടുന്ന സബ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? 50Sഉം 30Sഉം. 70 ആണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 80. അതാ സെൻട്രിഫ്യൂഗേഷനിൽ വരുന്ന മാറ്റം കൊണ്ട് വരുന്നതാണ്.
ദെൻ പിന്നെ എന്തൊക്കെയാണ് റൈബോസോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNAs ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോമൽ RNAസും പ്രോട്ടീൻസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത് റൈബോസോംസും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നോക്കുക, ഇൻ പ്രൊകാരിയോട്സ് റൈബോസോംസ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ. Then they are about 15 nanometer by 20 nanometer in size and are made up of 2 subunits. ഏതൊക്കെയാണ് 50 and 30 subunits which when present together forms the 70S prokaryotic ribosome. And the ribosomes in importance, they are the site of protein synthesis. Protein synthesis in the site ആണ് the protein synthesizing factory എന്നറിയപ്പെടുന്നത് ഏതാണ്? It is ribosome. And several ribosomes may attach to a single mRNA. ഒരു സിംഗിൾ mRNAയിൽ, ഇതൊരു mRNA ആണെന്ന് വിചാരിക്കുക, ഈ ഒരു mRNAയിൽ ഒരുപാട് റൈബോസോംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത്. ഇതിനെയാണ് പോളിസോംസ് എന്ന് പറയുക. ഇതിനെയാണ് പോളിസോംസ് എന്ന് വിളിക്കുക. ആൻഡ് ദ റൈബോസോം ഓഫ് എ പോളിസോം ട്രാൻസ്ലേറ്റ് ദ mRNA ഇൻ ടു പ്രോട്ടീൻസ്. ഈ റൈബോസോംസ് ആണ് mRNAയിൽ ആ സീക്വൻസസിനെ എന്തായിട്ട് മാറ്റുന്നത്, പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് ട്രാൻസ്ലേഷന്റെ സമയത്ത് മാറ്റുക. അത്രയൊന്നും ഓർക്കണ്ട. പ്രൊകാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് 70S ടൈപ്പ് ആണ്. അതിന്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 50S ആൻഡ് 30S സബ് യൂണിറ്റ്സ് ആണ്. ആൻഡ് ദേ ആർ ദ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ഓഫ് ദ സെല്ലിന്റെ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ആണ് ഈ പറയുന്ന റൈബോസോംസ്. ദെൻ mRNA വിത്ത് മെനി റൈബോസോം ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ് പോളിസോംസ്. പോളിസോംസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗനലാണ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് സ്റ്റോർ ദ റിസർവ് മെറ്റീരിയൽസ് ഇൻ പ്രൊകാരിയോട്ടിക് സെൽ ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിനകത്ത് റിസർവ് മെറ്റീരിയൽസ് നമ്മൾ പറയില്ലേ, ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സൾഫേറ്റ് ഗ്രാനുൾസ്, അതുപോലെ ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എന്ത് ഫോമിലാണ്? ഇൻക്ലൂഷൻ ബോഡീസിന്റെ ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദീസ് ആർ നോട്ട് ബൗണ്ട് ബൈ എനി മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് ലൈ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. Phosphate granules, cyanophysin granules, glycogen granules are some examples of the inclusion bodies. And gas vacuoles are found in blue, green and purple and green photosynthetic bacteria. ഈ ഗ്യാസ് വാക്യൂൾസ് ഒക്കെ ബ്ലൂ ഗ്രീൻ ആൽഗയിലും പർപ്പിൾ ബാക്ടീരിയയിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു സെല്ല്. സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഫസ്റ്റ് ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റ് ഈസ് റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്കാണ് ആദ്യത്തെ സെല്ല് കണ്ടുപിടിച്ചത്. ആൻഡ് ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റ് വാസ് ആന്റൺ വോൺ ല്യൂവൻഹോക്ക്. ആൻഡ് ഹി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് അനിമൽക്യൂൾസ് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ സെൽ തിയറിയാണ് പറഞ്ഞത്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് സ്ക്ലീഡൻ ആൻഡ് ഷ്വാൻ അലോങ് വിത്ത് റുഡോൾഫ് വിർച്ചു ആണ്. ആൻഡ് സെൽ തിയറി എന്താണ് പറയുന്നത്? ഓൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽ സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ പ്ലാന്റ്സും അനിമൽസും ഒക്കെ എന്തുകൊണ്ടാണ്? ദേ ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ന്യൂ സെൽസ് എവിടെ നിന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഇത്രയാണ് സെൽ തിയറി പറയുന്നത്. ആൻഡ് ദെൻ സെല്ലിന്റെ എന്താണ് പ്രൊകാരിയോട്ടിക് സെല്ല്, എന്താണ് യൂക്കാരിയോട്ടിക് സെല്ല്, അതിന്റെ ഓവറോൾ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, ദെൻ എന്തൊക്കെയാണ് യൂണിസെല്ലുലാർ, എന്താണ് മൾട്ടി സെല്ലുലാർ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് നമ്മൾ പറഞ്ഞു. ലോങ്ങസ്റ്റ് സെല്ല് ഏതാണ്, സ്മോളസ്റ്റ് സെല്ല് ഏതാണ്, ദെൻ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല് ഏതാണ്, ലാർജസ്റ്റ് സെല്ല് ഏതാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയായിരുന്നു. ദെൻ പ്രൊകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് ഡിഫറൻസിയേഷൻ പറഞ്ഞു. ദെൻ പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. അതിന് സെൽ എൻവലപ്പ് ഉണ്ട്. ഏറ്റവും ഔട്ടറായിട്ട് സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ 3 ലെയറാണ്. ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, ഇന്നറായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ. ദെൻ സ്റ്റെയിനിങ്ങിന്റെ ബേസിസിൽ പ്രൊകാരിയോട്ടിക് സെൽസിനെ നമുക്ക് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താണ് മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഫ്ലജെല്ലെ, പിലൈ ആൻഡ് ഫിംബ്രി എന്ന് പറഞ്ഞു. ദെൻ വാട്ട് ആർ മീസോസോംസ്, അതുപോലെ റൈബോസോംസ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഇൻക്ലൂഷൻ ബോഡീസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിരിക്കുന്നത്. നോക്കുക, വാട്ട് ആർ ദ 2 സബ് യൂണിറ്റ്സ് ഓഫ് പ്രൊകാരിയോട്ടിക് റൈബോസോം. പ്രൊകാരിയോട്ടിക് റൈബോസോമിന്റെ 2 സബ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഓർത്തിരുന്ന ഏതാണ്? ദേ ആർ 50S ആൻഡ് 30S. ആൻഡ് പ്രൊകാരിയോട്ടിക് റൈബോസോം ഈസ് 70S ടൈപ്പ് എന്നാണ് നമ്മൾ പഠിച്ചത്. സെവറൽ റൈബോസോംസ് മേ അറ്റാച്ച് ടു എ സിംഗിൾ mRNA ആൻഡ് ഫോം എ ചെയിൻ. അല്ലേ, ഒരു സിംഗിൾ mRNAയിൽ ഞാൻ വരച്ചായിരുന്നു മെനി റൈബോസോംസ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു പേരിൽ വിളിച്ചായിരുന്നു. എന്താണ് അതിന്റെ പേര്?
They are called polysomes. They are called polysomes. In bacteria, dash determine the shape of the cell and provide structural support. ബാക്ടീരിയയിലെ ഏത് സ്ട്രക്ചറാണ് സെൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് സെൽ വോൾ. സർഫസ് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ബാക്ടീരിയ ആർ. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന സർഫസ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാ? ഫ്ലജല്ല, പിലൈ ആൻഡ് ഫിംബ്രിയേ. Next one, the largest isolated single cell. Largest isolated single cell ഏതാണ്? ഓസ്ട്രിച്ച് എഗ് അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ഓസ്ട്രിച്ച് എഗ്. ഓക്കെ, ഇത് നമ്മൾ നോക്കുന്നതാണ് യൂകാരിയോട്ടിക് സെൽ. യൂകാരിയോട്ടിക് സെൽ എന്താണ്? യൂകാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത. യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോകാരിയോട്ടിക് സെൽ ഏതിലാണ്? കിങ്ഡം മൊണീറയാണ്. ദെൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 കിങ്ഡം ഏതൊക്കെയാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമീലിയ. ഇതിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ യൂകാരിയോട്സ് ആണ്. യൂകാരിയോട്സിന്റെ പ്രത്യേകത എന്താ? ഡെഫിനിറ്റ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും, ന്യൂക്ലിയസിനകത്ത് ആയിരിക്കും ജനറ്റിക് മെറ്റീരിയൽ അല്ലേ. അതുകൂടാതെ മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള സെല്ലുകളെയാണ് യൂകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നത്. ദെൻ യൂകാരിയോട്ടിക് സെല്ലിന് അകത്തായിട്ട് സൈറ്റോപ്ലാസം, സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം കാണാം. ആ സൈറ്റോപ്ലാസിലാണ് ഡിഫറെൻറ്റ് കമ്പാർട്ട്മെന്റ്സ് കാണാനായിട്ട് പറ്റുക. ആൻഡ് ഇത് ഏത് സെല്ലാണ് നോക്കിക്കേ? അനിമൽ സെല്ലാണോ അതുപോലെ പ്ലാന്റ് സെല്ലാണോ ഈ തന്നിരിക്കുന്നത്? എന്തൊക്കെ നോക്കണം? പ്ലാന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാകും? ഒരു സെൽ വോൾ ഉണ്ടാകും. പിന്നെയോ ക്ലോറോപ്ലാസ്റ്റ് കാണണം, ലാർജ് വാക്യൂള് കാണണം. നോക്കിക്കേ, ന്യൂക്ലിയസ് കൂടാതെ ഇവിടെ ലാർജ് ആയിട്ടുള്ള അതിനേക്കാൾ വലുതായിട്ട് കാണാം. സോ ദിസ് ഈസ് ദ വാക്യൂൾ, പ്രസൻസ് ഓഫ് വാക്യൂൾ. അതുപോലെ സെൽ വോൾ, ക്ലോറോപ്ലാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് സെല്ലാന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ പ്ലാന്റ് സെൽ. ഈ തന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് സെല്ലാണ്. ദെൻ ഇതെന്താണ്? അനിമൽ സെൽ അല്ലെ. ഇവിടെ വാക്യൂളില്ല, ലാർജ് ആയിട്ട് കാണുന്നത് ന്യൂക്ലിയസ് ആണ്. ദെൻ അത് കൂടാതെ എന്ത് കാണാം? സെൻട്രിയോൾസ്. ഈ പ്രസൻസ് ഓഫ് സെൻട്രിയോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കിംഗ് ഓഫ് അനിമൽ സെല്ലാണ്. ദെൻ ഇവിടെ സെൽ വോള്, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂൾസ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ദ അനിമൽ ആൻഡ് പ്ലാന്റ് സെൽ ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, അനിമൽ സെൽ, സെൽ വോൾ ആബ്സെന്റ് ആണോ പ്രസന്റ് ആണോ അനിമൽ സെല്ലില്? ഇറ്റ് ഈസ് ആബ്സെന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് possess cellulosic cell walls. Cellulosic cell walls കാണാം. ആൻഡ് പ്ലാസ്റ്റിഡ്സ് എവിടെ ഇല്ല? അനിമൽ സെല്ലിൽ ഇല്ല ക്ലോറോപ്ലാസ്റ്റ് ഒന്നും. പക്ഷേങ്കിൽ പ്ലാന്റ് സെല്ലിലുണ്ട്. ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ടോ? അനിമൽ സെല്ലിൽ ഇല്ല. പക്ഷേങ്കിൽ പ്ലാന്റ് സെല്ലിലുണ്ട് ലാർജ് സെൻട്രൽ വാക്യൂൾ. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് കറക്റ്റ് സെൻറ്ററിലായിരിക്കില്ല അനിമൽ സെൽസിൽ കാണാം. പ്ലാന്റ് സെൽസിൽ കാണാം. അനിമൽ സെൽസിൽ ഓൾമോസ്റ്റ് സെൻറ്ററിലായിട്ടായിരിക്കും ആ ന്യൂക്ലിയസ് കാണാം. ആ ന്യൂക്ലിയസ് ഈസ് എ ലാർജസ്റ്റ് സെൽ ഓർഗനൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദേ ഹാവ് സെൻട്രിയോൾസ് ആൻഡ് സെൻട്രോസോംസ്. എവിടെയാണ്? അനിമൽ സെൽസിൽ സെൻട്രിയോൾസും സെൻട്രോസോംസും ഒക്കെ ഉണ്ട്. സോ ദേ ഹാവ് സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ്ട്രൽ ഫോം ചെയ്യാനൊക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽസ് ദേ ഡു നോട്ട് ഹാവ് സെൻട്രിയോൾസ് ഇല്ല. ആൻഡ് ഇൻ ദ കേസ് ഓഫ് അനിമൽസ് റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് വാസ് ഗ്ലൈക്കോജൻ. അനിമൽ സെൽസിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. ആൻഡ് ഇൻ പ്ലാന്റ് സെൽസ് ഇറ്റ് ഈസ് സ്റ്റാർച്ച്. പ്ലാന്റ് സെൽസിൽ ഏതാണ്? സ്റ്റാർച്ച് ആണ് റിസർവ് ഫുഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.